കുട്ടികളിൽ ഉൾപ്പെടുന്ന ക്രൈംസ് ഇന്ന് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടു, ഒരു സ്കൂളിൽ ബുള്ളി ചെയ്ത ഒരു കുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് കാണുമ്പോഴും ആ വാർത്തയുടെ കീഴിലും ചേർത്ത് പിടിക്കണം, കുട്ടികളെ ചേർത്ത് പിടിക്കാത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്ന കമൻസാണ് നമ്മൾ കാണുന്നത്. ഒരു സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ ക്രിമിനൽസ് ആകുന്നു, അതിന് എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ഉള്ളത് അവർക്ക് കിട്ടുന്ന ഇൻപുട്ട്. അതാണ് എൻ്റെ കാര്യം. നമ്മുടെ ഒരു കൾച്ചറൽ ഒരു ബിലീഫുണ്ട്, ഈ എന്താ ചിലർ നല്ല മനുഷ്യരും ചിലർ മോശം മനുഷ്യരുമാണെന്നുള്ള രീതിയിൽ. അതായത് ഇപ്പം ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇപ്പം പട്ടിയൊക്കെ ഒരാളെ ഭയങ്കര ഇഷ്ടം, അപ്പം പട്ടിയൊക്കെ അവൻ്റെ അകത്ത് നന്മ ഉള്ളത് പട്ടിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്, നല്ല മനുഷ്യരോടാണ് പട്ടിക്ക് ഇഷ്ടം തോന്നുന്നത്, നല്ല മനുഷ്യരോടാണ് കുട്ടികൾക്ക് ആകർഷണം തോന്നുന്നതെന്നൊക്കെ പറയാറുണ്ട്. അപ്പം നല്ല മനുഷ്യരോടാണ് കുട്ടികൾക്ക് ആകർഷണം തോന്നുന്നതെങ്കിൽ എന്തുകൊണ്ട് കുട്ടികളെ റേപ്പിസ്റ്റിന് ഗ്രൂം ചെയ്യാൻ പറ്റുന്നു? എന്തുകൊണ്ട് കുട്ടികളോട് ഓരോന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാൻ പറ്റുന്നു? അപ്പം ഈ നന്മയും തിന്മയും എന്നൊക്കെ ഉള്ളത് ഇത് അകത്തിരിക്കുന്ന ഒരു സംഭവമല്ല. എല്ലാ വ്യക്തിയിലും പൊട്ടൻഷ്യൽ ഫോർ ഗുഡും ഉണ്ട്, പൊട്ടൻഷ്യൽ ഫോർ ഈവിലും ഉണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങളും അവർക്ക് കിട്ടുന്ന അപ്ബ്രിങ്ങിങ്ങും കുഞ്ഞിലെ കിട്ടുന്ന കുറേ ആറ്റിറ്റ്യൂഡ്സ്, വിശ്വാസങ്ങൾ, ഇതൊക്കെ വെച്ചാണ് അവരുടെ അകത്തുള്ള പൊട്ടൻഷ്യൽ ഫോർ ഗുഡാണോ റിയലൈസ് ആവുന്നത്, പൊട്ടൻഷ്യൽ ഫോർ ഈവിൽ ആണോ റിയലൈസ് ആവുന്നതെന്ന് ഈ കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പം എല്ലാ വ്യക്തിയിലും നമുക്ക് ചിന്തിക്കാൻ ഇഷ്ടമാണ്, ഞാൻ ആ സാഹചര്യത്തിലായിരുന്നു, ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല എന്ന് ചിന്തിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഒരു റൈറ്റ് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് വരുമ്പം എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യാനും പറ്റും, തിന്മ ചെയ്യാനും പറ്റും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ദ പ്രോസസ് ഓഫ് ഡ്രോയിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ എ ചൈൽഡ് എന്നാണ്. പക്ഷെ ഇന്ന് സ്കൂളുകളിൽ സംഭവിക്കുന്നത് ഡ്രോയിങ് ഔട്ട് ദ വേസ്റ്റ് ഇൻ എ ചൈൽഡ്, ആ ഒരു സിനാരിയോയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഇന്ന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും. അതാണ് എൻ്റെ പോയിന്റ്. അതായത് ഇപ്പം ആൾക്കാർ സംസാരിക്കുന്ന രീതി വളരെ മിസ്ലീഡിങ് ആണ്. അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം കുട്ടികളെ പറ്റി അവർ പറയുന്നത് ഈ കുട്ടി എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളതല്ല. ഒരു മെജോറിറ്റി വോയിസും അങ്ങനെ ചോദിക്കുന്നവരുണ്ട്, സൈക്കോളജിസ്റ്റുകളും ചൈൽഡ് എക്സ്പേർട്സും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആ വോയിസസ് അല്ല ഇന്ന് പോപ്പുലർ ആവുന്നത്. ഇന്ന് പോപ്പുലർ ആവുന്നതും എല്ലാവരും അഗ്രി ചെയ്യുന്നതും ഈ ഒരു സെന്റിമെന്റ് ആണ്, കുട്ടികൾ വഴി പഴച്ചു പോയി, കുട്ടികൾ കയ്യിൽ നിന്ന് വിട്ടുപോയി, കുട്ടികൾക്ക് ഇനി, അതായത് കുട്ടികളിൽ എന്തോ ഒരു തകരാറുണ്ട്, കുട്ടികളുടെ അകത്ത് എന്തോ ഈ ജനറേഷനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അവിടെ ആരും ചോദിക്കുന്നില്ല എന്തുകൊണ്ട്, എന്താണ് ഈ കുട്ടികളെ ഇങ്ങനെ ആക്കുന്നത്, അതെന്തുകൊണ്ടാണ് ചോദിക്കാത്തതെന്ന് പറഞ്ഞാൽ ആ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടും. അതിന് ഉത്തരം കിട്ടിയാൽ അതിനനുസരിച്ച് അഡൽട്സ് ചേഞ്ച് ആവും, എഫേർട്ട് ഇടേണ്ടി വരും. ആ ചേഞ്ച് എന്ന് പറയുന്നത് ഇമോഷണലി അൺകംഫർട്ടബിൾ ആണ്, സൈക്കോളജിക്കലി അൺകംഫർട്ടബിൾ ആണ്. പിന്നെ അങ്ങനെ ഒരു ചേഞ്ച് വന്നാൽ പല പണക്കാരുടെയും പോക്കറ്റിലോട്ട് കാശ് പോകുന്നത് നിൽക്കും. ഈ റീസൺസ് കൊണ്ടാണ് ഇപ്പോൾ ഉള്ള ആ ഒരു സ്റ്റേറ്റസ് കോ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുന്നത്. നമ്മൾ സബ് കോൺഷ്യസ്ലി പഠിച്ചെടുത്ത ഒരു മെക്കാനിസമാണ്. ഈ അടികൊണ്ട് വളർന്ന തലമുറ ഭയങ്കര ഡിസിപ്ലിൻഡാന്ന് പറയത്തില്ലേ, അടികൊണ്ട് വളർന്ന തലമുറ ഭയങ്കര ഫിയർഫുള്ളാണ്. അതായത് നമ്മളെ സെർവ് ചെയ്യാത്തൊരു കാര്യം, അല്ലെ നമ്മുടെ സമൂഹത്തിന് നല്ലതല്ലാത്തൊരു കാര്യം പോലും ചേഞ്ച് ചെയ്യാൻ പേടിയാണ്. കാരണം ഫിയർ ഓഫ് ദ അൺനോൺ. ഈ അടി കൊള്ളുക, ഇങ്ങനെ ഹ്യൂമിലിയേഷൻ സഹിക്കുക, ഇതുപോലെയുള്ള പേരൻസിൻ്റെ കയ്യിൽ നിന്ന് നെഗ്ലക്റ്റും റിജക്ഷനും ഫേസ് ചെയ്യുക, ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നെഗ്ലക്റ്റ് ഫേസ് ചെയ്യുക, ഇതൊക്കെ നമ്മളെ ഡിസിപ്ലിൻഡ് അല്ല ആക്കി, ഇത് നമ്മളെ ഫിയർഫുൾ ആക്കി. ഫിയർഫുൾ ആൾക്കാരെ ഭരിക്കാൻ എളുപ്പമാണ്, സർവൈവൽ മോഡിലോട്ട് അവർ പോകും. അപ്പം ബോസ് പറയുന്നതും കേട്ട് ജീവിക്കും, പണക്കാർ റിച്ച് ആൾക്കാർ സെറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ ജീവിക്കും. ഇപ്പം എന്താ പറയുക, കോർപ്പറേറ്റുകൾ നമുക്ക് വേണ്ടി ഒരു ലോകം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കൺസ്യൂമറിസവും മെറ്റീരിയലിസവും സ്റ്റേറ്റസും അതൊക്കെ വെച്ചുള്ള ഒരു ലോകം. അത് ആ കാര്യങ്ങളെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ കൺസ്യൂമറിസവും ആ സ്റ്റേറ്റസ് സിമ്പിൾസിൻ്റെ പുറകെയുള്ള ഓട്ടവും ഇതെല്ലാം നമ്മൾ അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് അവർക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ വിചാരം ദാറ്റ് കീപ്സ് അസ് സേഫ്. അത് നമ്മുടെ ഒരു സബ് കോൺഷ്യസ്, ഒരു സൈക്കോളജിക്കൽ ഫിനോമിനോണാണ്. അതോറിറ്റി ഫിഗേഴ്സ് പറയുന്നത് അതുപോലെ നമ്മൾ അനുസരിക്കുന്നു. പക്ഷെ അതിൻ്റെ വിക്ടിംസ് ആകുന്നത് നമ്മുടെ പിള്ളേരാണ്. കാരണം ഈ കുട്ടികളെ ഇപ്പം പണ്ടത്തെ തലമുറ അടി കൊണ്ട് ഫിയർഫുൾ ആയെങ്കിൽ
ഇന്നത്തെ തലമുറ അടി കൊണ്ട് ആംഗ്രി ആയി അവരുടെ അഗ്രഷൻ കൂടി അവര് റിയാക്ട് ചെയ്യാൻ പഠിച്ചെന്ന് മാത്രമല്ല, അവരെ ഓവർ റിയാക്റ്റീവ് ആക്കുന്ന സബ്സ്റ്റൻസസ് അവരുടെ കയ്യിൽ കിട്ടി. ഫോൺസ്, സോഷ്യൽ മീഡിയ, ഡ്രഗ്സ്, അതുപോലെയുള്ള ചില സംഭവങ്ങൾ. പിന്നെ അവരുടെ ഫ്രണ്ട് ഗ്രൂപ്പ്സ്, അവർ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവർ കാണുന്ന സിനിമകൾ, ഇതെല്ലാം വയലൻസിലോട്ട് പ്രോംപ്റ്റ് ചെയ്യുന്ന ഒരു പൈപ്പ് ലൈനാണ്. അപ്പൊ ഇന്നത്തെ കുട്ടികൾ അപ്പൊ ഇന്നത്തെ കുട്ടികൾ പേടിച്ച് മിണ്ടാതാവുകയല്ല ചെയ്യുന്നത്, അവരുടെ പേടി അവര് അഗ്രഷനിലോട്ടാണ് ചാനൽ. അത് ഈ പറയത്തില്ല, കോർണർ റാറ്റ് ഫൈറ്റ്സ് ബാക്ക്, അതാണ് ഇന്നത്തെ പിള്ളേരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കോർണർ ആവുമ്പം അവിടെ നിന്ന് എങ്ങനെയും എസ്കേപ്പ് ആകാന്ന് വിചാരിക്കും മെജോറിറ്റി. അന്നും അഗ്രഷനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അന്ന് അഗ്രസീവായിട്ട് സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു, ഇത്രയും ഒരു വയലൻസ് കാണിക്കാൻ ഒരു എപ്പിഡമിക് ആവാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അതൊക്കെ ഇൻഡിവിജ്വൽ കേസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ക്രിമിനൽസ് ആയിട്ട് ബ്രാൻഡ് ചെയ്ത് ജയിലുകളിൽ തള്ളി. ആ ആൾക്കാരാണ് ഇന്നും അബ്യൂസീവായിട്ട് ബിഹേവ് ചെയ്യുന്നതും ക്രിമിനൽസ് ആകുന്നതും ക്രൈം ചെയ്യുന്നതും. പഴയ തലമുറകളിൽ ക്രിമിനൽസ് ഇല്ലായിരുന്നു എന്നാണ്, ഉണ്ടായിരുന്നു. പക്ഷെ ഈ രീതിയിലൊരു എപ്പിഡമിക് ആയി മാറിയില്ല. എപ്പിഡമിക് ആവാത്ത എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു ആളൊരു ക്രിമിനൽ ആയാൽ അത് ആ കമ്മ്യൂണിറ്റിയിൽ കണ്ടെയ്നോ, വെളിയിലോട്ട് പോകത്തില്ല. ഇവന്റെ ക്രൈം കണ്ട് ഇൻസ്പയർ ആവാൻ സാഹചര്യങ്ങൾ കുറവാണ്. ഇന്ന് കുട്ടികൾക്ക് സാഹചര്യങ്ങളാണ്. അപ്പം അവർക്ക് അഗ്രസീവ് ആകണമെങ്കിൽ അവർക്ക് അഗ്രസീവ് ആകാനുള്ള എല്ലാ ടൂൾസും, അവരെ കൂടുതൽ അഗ്രസീവ് ആക്കാനുള്ള എല്ലാം അവരുടെ കയ്യിലുണ്ട്. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് നന്മ പ്രവർത്തിക്കണം, നല്ലത് ചെയ്യണം, പ്രോ സോഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള ടൂൾസും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഏത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് അത് 10 ഇരട്ടി ആംപ്ലിഫൈ ആയിട്ടാണ് അവർ തിരിച്ചു തരുന്നത്. അതാണ് ഈ ബുള്ളിയിങ് ബിഹേവിയറിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഈ അടി കൊണ്ടുകൊണ്ട് നന്നായി എന്ന് ഈ പറയുന്നവർ ഒന്ന് ചെന്ന് ചോദിക്കണം ഈ ബുള്ളീസ് ആയിട്ടുള്ള കുട്ടികളോട്. അതായത് മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നതിൽ ഒരു പ്ലഷർ കണ്ടെത്തുന്ന കുട്ടികളോടും ചെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ജുവനൈൽ ഹോംസിൽ കിടക്കുന്ന ഈ ജുവനൈൽ ഡെലിക്വൻസിനോട് ചോദിച്ചു നോക്കണം, ഇവരിൽ എത്ര പേര് അടി കൊള്ളാതെ വളർന്നു. മെജോറിറ്റി അടിയും എന്താ പറയുന്ന വടി കൊണ്ട് മാത്രമല്ല, പൊള്ളിക്കുന്ന പേരൻസ് വരെ ഉണ്ട്, പൊള്ളിക്കുന്ന ലിറ്ററലി. ഇതിലുള്ള പലരും അടി മാത്രമല്ല, ഇൻഫാക്റ്റ് അങ്ങ് വയലൻസിന്റെ അങ്ങേ അറ്റം കണ്ട് വളർന്ന കുട്ടികളാണ് ഇവരിൽ പലരും. സ്വന്തമായിട്ട് വയലൻസ് സ്വന്തം ബോഡിയിൽ ഫീൽ ചെയ്ത് നമ്പായ കുട്ടികളാണ് ഇതിൽ പലരും, ഈ വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ. അപ്പം അവർ കണ്ടതും അനുഭവിച്ചതും വയലൻസാണ്, അത് അവർ സമൂഹത്തിന് തിരിച്ചു കൊടുക്കും. പിന്നെ ഒരു കാറ്റഗറി ഉണ്ട്, അത് കാണുമ്പോഴാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഷോക്കാകുന്നത് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ പേരൻസ് എല്ലാം കൊടുക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ കൊച്ചിന് എന്താണോ തിന്നാൻ വേണ്ടത്, അതിപ്പോൾ വീട്ടിൽ 2 പിള്ളേരുണ്ടെങ്കിൽ 2 പേർക്ക് സെപ്പറേറ്റ് ഡിന്നർ ഉണ്ടാക്കുന്നു. പിന്നെ അവർ ചോദിക്കുന്ന അതേ ബ്രാൻഡഡ് ക്ലോത്ത്സ് അവർക്ക് കൊടുക്കുന്നു. ഇറ്റലിയിൽ വെക്കേഷൻ വേണമെന്ന് പറഞ്ഞ് ഇറ്റലിക്ക് പറപ്പിക്കുന്നു. എന്ത് ചോദിച്ചാലും അത് അപ്പം തന്നെ സാധിപ്പിച്ചു കൊടുക്കുന്ന പേരൻസ്. ബ്രാൻഡഡ് സ്കൂൾസിൽ വിടുന്നു, അവർക്ക് എല്ലാ സബ്ജക്റ്റിനും ട്യൂഷനും വിടുന്നു, ആക്ടിവിറ്റീസിനും വിടുന്നു, എല്ലാം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ പണം ഇറക്കി കൊച്ചിന് എന്ത് വേണമെങ്കിലും കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലോട്ട് ഒരുപാട് പേരൻസ് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഒരു സ്റ്റാറ്റസ് സിമ്പിളാണ്. ബേസിക് നീഡ്സ് മീറ്റ് ആവുന്നില്ല. അപ്പൊ ആ കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കണം അവരുടെ അവസ്ഥ എന്താണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഒത്ര ലവിങ് പേരൻസ്, ഇങ്ങനെയുള്ള പേരൻസ് എനിക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. സാധനങ്ങൾ കൊടുത്ത് ആ ഒരു എന്താ പറയുക സമയം കൊടുക്കുന്നതിനും സപ്പോർട്ട് കൊടുക്കുന്നതിനും പകരമായിട്ട്, മെന്റർഷിപ്പ് കൊടുക്കുന്നതിനും പകരമായിട്ട് സാധനങ്ങൾ കൊടുക്കുവാണ്. ഈ കുട്ടികൾ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അവർക്ക് ജീവിക്കാൻ അറിയത്തില്ല. അവര് ജീവിതം എന്താണെന്ന് പഠിക്കുന്നത് അഡൾട്ട്സിന്നാണ്. അപ്പൊ ആ ജീവിതം എന്താണെന്ന് കാണിക്കാനും പഠിപ്പിക്കാനും അഡൾട്ട്സ് ഇല്ലെങ്കിൽ അവരുടെ സ്വന്തം ഒരു ഫിലോസഫി ഉണ്ടാക്കി അതിനനുസരിച്ച് അങ്ങ് ജീവിക്കും. അതിനവരൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. അപ്പം ഈ ഇന്നത്തെ ഈ റിച്ച് പേരൻസ് ഉണ്ടല്ലോ, ഈ പിള്ളേർക്ക് വേണ്ടതെല്ലാം ഇങ്ങനെ കൊടുക്കുന്ന ഈ പേരൻസ്, അവരുടെ കുട്ടികളോടൊന്ന് സംസാരിക്കണം. അവരുടെ കുട്ടികൾ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് സംസാരിക്കണം. അച്ഛനും അമ്മയും കരിയർ സക്സസിന് വേണ്ടി 24 മണിക്കൂറും അതിൻ്റെ പുറകിലാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നത് എല്ലാ ജോലിയൊക്കെ രാജിവെച്ച് പിള്ളേരുടെ പുറകെ പോകണമെന്നല്ല ഞാൻ പറയുന്നത്, അത് ഫീസിബിൾ അല്ല. പക്ഷേ ഒരു ശകലം പോലും, അതായത് കൊച്ചിൻ്റെ ജീവിതത്തിൽ ഇൻട്രസ്റ്റേ ഇല്ല പേരൻസിന്. കൊച്ചെന്തെങ്കിലും ചോദിച്ചാൽ അത് കൊടുക്കാൻ ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് പൈസ വേണം, എനിക്ക് സാധനം വേണം, എനിക്ക് ഇത് വേണം, അത് വേണം, ബൈക്ക് വേണം, സ്കൂട്ടർ വേണം, അത് കൊടുക്കാൻ
കാരണം അവരുടെ കയ്യിൽ കാശുണ്ട്, അവർക്ക് ഒരു ഗൂഗിൾ പേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ കൊച്ചിന് ആവശ്യമുള്ള സമയം കൊടുക്കാനോ, മോനെ എന്താ സംഭവിക്കുന്നത്, സ്കൂളിൽ എന്താ സംഭവിക്കുന്നത്, വാട്ട്സ് ഹാപ്പനിങ് വിത്ത് യുവർ ഫ്രണ്ട്സ്, ഇത് ചോദിക്കാനോ. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്ന കുട്ടികൾ പോലും അത് പോയി മരിക്കുന്നതിന് മുമ്പ് പോലും അതൊന്ന് പേരൻസിനോട് പറയാൻ പോലും തയ്യാറാകുന്നില്ല. ഒരു ടീച്ചറിനെ പോലും അവന് ആ സ്കൂളിൽ കണ്ടില്ല എന്ന് പറയുന്ന എത്ര മിസറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇത്രയും ബുള്ളിങ് സഹിച്ചിട്ട് ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിൽ വന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരു കുട്ടി, അപ്പോൾ ഒരു അധ്യാപകനോ അധ്യാപികയ്ക്കോ ഒരാൾക്ക് പോലും ആ കുട്ടിയുടെ വിഷമം മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അതാ ആ ബുള്ളിങ് വിക്ടിമിന്റെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അവനും ആരോടും സംസാരിക്കാൻ കിട്ടിയില്ല. ബുള്ളീസിന്റെ സൈഡിൽ നോക്കിയാലും കുഞ്ഞിലെ തൊട്ടേ ഒരു ഐസൊലേഷനും ലോൺലിനെസ്സും ഒരു സോഷ്യൽ വോയിഡും ഒരു ഇമോഷണൽ വോയിഡൊക്കെ അവരിലും കാണും. അവരെ നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ മതി, നമുക്കത് അറിയാൻ പറ്റും. അവരുടെ വീട്ടിലും ഭയങ്കര ഡിസ്കണക്റ്റ് ഉണ്ടാവും. പേരൻസ് ഒന്നെങ്കിൽ ഫുൾ ബ്ലോൺ വയലൻസ് ഉണ്ടാവും, വെളിയിൽ നല്ല മുഖം കാണിച്ചിട്ട് വീട്ടിനകത്ത് വയലൻ്റ് ആയിട്ടുള്ള പേരൻസ് ഉണ്ട്. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ കുട്ടികളെ അല്ല അബ്യൂസ് ചെയ്യുന്നത്, അച്ഛൻ അമ്മയെ അബ്യൂസ് ചെയ്യുന്നു, അല്ല അമ്മ അച്ഛനെ അബ്യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഈ നെഗ്ലക്റ്റ് ആണ്, ഈ ഇമോഷണൽ നെഗ്ലക്റ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കൊച്ചെന്താന്ന് അവർക്കൊരു കൺസേണേ അല്ല. പിന്നെ കുഞ്ഞിലെ തൊട്ട് എന്തെങ്കിലും ഇപ്പം ഈ കുട്ടികൾ കുരുത്തക്കേടുകൾ കാണിക്കുമ്പോഴും തെറ്റുകൾ ചെയ്യുമ്പോഴും അതിന് പല റീസൺസ് ഉണ്ട്. അതിൽ ഒരു റീസൺ എന്ന് പറയുന്നത് അവർ അറ്റൻഷന് വേണ്ടി ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അറ്റൻഷന് വേണ്ടി ഒരു ക്രൈ ഫോർ ഹെൽപ്പായിട്ട് കൊച്ചൊരു കുറ്റം ചെയ്യുമ്പം ഉടനെ അവിടെ ആ കൊച്ചിനെ ഒന്ന് നോട്ടീസ് ചെയ്യാനല്ല ഈ പേരൻസ് ശ്രമിക്കുന്നത്, അതിനെ കവറപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്താ സ്കൂളിൽ പ്രശ്നമായാലും സ്കൂളിൽ പോയി എല്ലാവരെയും ത്രെറ്റൻ ചെയ്ത് മിണ്ടാതെ, എൻ്റെ കുട്ടി തെറ്റ് ചെയ്യത്തില്ല, അങ്ങനെ തെറ്റ് ചെയ്യാത്ത ഒരു കുട്ടിയില്ല. തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലാണ് അവരുടെ മോറൽ സിസ്റ്റം ബിൽഡ് ആവുന്നത്. അപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളതിനെ കവറപ്പ് ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ കൊച്ചിൻ്റെ വിചാരം ആരും അറിയാതെ ഞാൻ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്താൽ പ്രശ്നമില്ല, ആരെങ്കിലും അറിഞ്ഞാലേ പ്രശ്നമുള്ളൂ. അതുപോലെ കോർ ബിലീഫ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ്, അങ്ങനെയാണ് ഉണ്ടാകുന്ന കോർ ബിലീഫ്സ്. അതുപോലെ എന്താ ഈ കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ മാത്രം അറ്റൻഷൻ കൊടുക്കുന്ന പേരൻസ് ഉണ്ട്. നീ എന്തോ ഈ ചെയ്താൽ നിനക്ക് സെൻസ് ഇല്ലേ, അങ്ങനെയെങ്കിലും അറ്റൻഷൻ കിട്ടട്ടെ. ആ ഒരു സമയമായിരിക്കും ആ പേരൻ്റ് ആ കൊച്ചിനോട് സംസാരിക്കുന്നത്. അതുവരെ ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത പേരൻ്റ് ആയിരിക്കും. അങ്ങനെ ക്ലാസ്സുകളിലിരുന്ന് കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടികളുണ്ട്. അതും ടീച്ചേഴ്സ് പേഴ്സണലി എടുത്തിട്ട് പിന്നെ ആ കുട്ടിയോട് വൈരാഗ്യമാണ്. അതെന്തുകൊണ്ട് ആ കുട്ടി കാണിക്കുന്നു എന്ന് അവരൊരു മിനിറ്റ് ചിന്തിക്കത്തില്ല. എല്ലാം പേഴ്സണലി അവരുടെ എന്താ പറയുന്നത് അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തു എന്നുള്ളൊരു രീതിയിലെടുക്കും. അപ്പം നമ്മുടെ കൾച്ചർ ഇപ്പം ബിൽഡ് ആയേക്കുന്നത് അങ്ങനെയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറ്റൻഷനോ മെൻറ്റർഷിപ്പോ കൊടുക്കാൻ ഒരു അഡൽട്ടും റെഡിയല്ല. അവരുടെ വീട്ടിലെ പേരൻസിന് സമയമില്ല, അവരുടെ സ്കൂളിലെ അധ്യാപകർക്കും സമയമില്ല. ഇല്ല, സ്കൂളുകളിൽ മോർണിംഗ് അസംബ്ലിക്ക് തന്നെ സംഭവിക്കുന്ന എന്താണ്, മുടി ഇച്ചിരി വളർന്നു, അപ്പം മുടിക്ക് കുത്തിപ്പിടിച്ചാണ് അതിനെതിരെയുള്ള പ്രതിഷേധം കാണിക്കുന്നത്. എന്നാൽ ആ കുട്ടിയെ വിളിച്ചിട്ട് കാര്യമായിട്ട് ഒന്ന് പറഞ്ഞ് ഉപദേശിക്കുക, അതെന്തിനു ചെയ്യണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയല്ല ചെയ്യുന്നത്. പ്രോപ്പർ യൂണിഫോം അല്ലെങ്കിൽ അപ്പോഴേ അവിടുന്ന് മാറ്റി നിർത്തുക. രാവിലെ തന്നെ കുട്ടികളെ ബുള്ളി ചെയ്താണ് സ്കൂളിലോട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ക്ലാസ് റൂമിൽ ഇരുന്ന് ബാക്കി കുട്ടികളോട് എന്ത് കാണിക്കും, എന്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? അല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുട്ടികൾ കുരുത്തക്കേട് കാണിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, കുരുത്തക്കേടെന്ന് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞ് വികൃതികളല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ആറ്റിറ്റ്യൂഡ് പ്രോബ്ലംസ് കാണിക്കുക, ആരഗൻസ് കാണിക്കുക, എൻടൈറ്റിൽമെൻറ്റ് കാണിക്കുക, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നതിൽ ഒരു സുഖം കണ്ടെത്തുക, അങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്തു തുടങ്ങുമ്പോൾ അതൊരു വാർണിംഗ് സൈനാണ്. അപ്പോൾ ഉടനെ ചെയ്യേണ്ടത് പിള്ളേരെ പിടിച്ചു നിർത്തി അടിക്കുകയല്ല ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ നീ അടിക്കരുത് എന്നും പറഞ്ഞ് കൊച്ചിനെ അടിച്ചിട്ടും അല്ലോ കാര്യമാണ്. അല്ല, നീ മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിക്കരുത്, നിനക്ക് സെൻസ് ഇല്ലയോ, നീ അങ്ങനെ 4 തെറി വിളിച്ചിട്ട് പിന്നെ പറയുക നീ മറ്റുള്ളവരെ തെറി വിളിക്കരുത്. ഇന്നിപ്പം മനസ്സിലായോ ഹൗ ഇറ്റ് ഫീൽസ് എന്ന്? ഹൗ ഇറ്റ് ഫീൽസ് എന്ന് കൊച്ചിന് മനസ്സിലായി. കൊച്ചു പഠിച്ചു, എന്നെക്കാൾ വീക്കായിട്ടുള്ളവരോട് എനിക്കിത് ചെയ്യും, എന്നെക്കാൾ സ്ട്രോങ് ഒരു വ്യക്തി എന്നോട് ചെയ്യുന്നു, എന്നെക്കാൾ വീക്കായിട്ടുള്ള ഒരാളോട് എനിക്കിങ്ങനെ ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന ലെക്ചറൊന്നും അല്ല പിള്ളേരുടെ പേഴ്സണാലിറ്റിയെ ഫോം ചെയ്യുന്നത്, നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക, നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി, നമ്മൾ കൊടുക്കുന്ന മെൻറ്റർഷിപ്പ്, ഇതൊക്കെയാണ് കുട്ടികളുടെ പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, ഒരു കുട്ടി ഒരു ദിവസം യൂണിഫോം തെറ്റായിട്ട് ഇട്ടുകൊണ്ട് വന്നത്. അപ്പം അവളുടെ വീട്ടിലൊരു ട്രാജഡി സംഭവിച്ച് അതിൻ്റെ ആഫ്റ്റർ മാത്ത് കഴിഞ്ഞാണ്, ഒരാഴ്ച ആയിട്ടുള്ളൂ, ഒരാൾ മരിച്ചു, അങ്ങനെ. അപ്പോൾ അവൾ ഇച്ചിരി ഔട്ട് ഓഫ് ഇറ്റ് ആയിരുന്നു കുറച്ച്. അപ്പോൾ അവൾ റോങ് യൂണിഫോം ഇട്ടുകൊണ്ട് വന്നു. ഉടനെ പ്രിൻസിപ്പൾ പറയുക, നിന്നെപ്പോലെ ഉള്ളവരാ വലുതായി ടെററിസ്റ്റുകളാണ്. എത്ര ഒരു ഹാഷ് വേർഡാണ്.
അതും വീട്ടിലെ ഒരു മരണം നടന്നിട്ട് വരുന്ന കുട്ടി. അവരൊരു ആർമി ബാക്ക്ഗ്രൗണ്ടിലാണ്. ഷീ ഹാസ് ലോസ്റ്റ് എ ഫാമിലി മെമ്പർ ടു എ ടെററിസ്റ്റ് അറ്റാക്ക്. അപ്പം ഈ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഉടനെ ചിന്ത വരുന്നത്, അയ്യോ ഞാനപ്പോൾ കറക്റ്റായിട്ടുള്ള യൂണിഫോം ഇടണം എന്നാണ് ആ കുട്ടിക്ക് ചിന്ത വരുന്നത്. അപ്പോൾ ആ കുട്ടി ആ ഒരു അതോറിറ്റി ഫിഗറിൽ നിന്ന് ദൂരോട്ട് പോകാനാണ് അവിടെ കുട്ടി ശ്രമിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഓരോ ഈ ഇതുപോലെയുള്ള ബിഹേവിയർ, അതായത് ഇപ്പോൾ ഈ യൂണിഫോം ഇടാതെ വരുന്നതെന്ന് പറഞ്ഞൊരു ചീള് കേസാണ്. അതല്ലാതെ ഈ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു ബിഹേവിയർ, അല്ലെ കുഞ്ഞു സ്റ്റീലിങ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പം ഉടനെ അതിനെ ടീച്ചേഴ്സും പ്രിൻസിപ്പൾസും ഈവൻ ഈ പേരൻസും അതിനെ ഒരു വലിയ ഇഷ്യൂ ആക്കും. അതിനെ കുട്ടിക്ക് ക്യാരക്ടർ ഇല്ല, അല്ലെ മോറൽസ് ഇല്ല, അല്ലെ കുട്ടിയിൽ എന്തോ ഒരു ഖരാബിയുണ്ട്, ഒരു പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലാണ് അവരതിനെ എടുക്കുന്നത്. അല്ലാതെ എന്തോ പറ്റി, സംതിങ് മേഡ് ദിസ് ചൈൽഡ് ഡു ഇറ്റ് എന്നല്ല അവരപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല കുട്ടിയായിട്ടൊന്ന് ബോണ്ട് ആവാനായിട്ട്. മോനെ നീ എന്തുകൊണ്ടത് ചെയ്തത്, എന്താ നീ ചിന്തിച്ചത്, എന്താ സംഭവിച്ചത്, നീ ഒരു നല്ല കൊച്ചാന്ന് എനിക്കറിയാം. അല്ലാതെ എന്താ പറയുന്നത്, നീ ഒരാളെ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാൻ നോക്കിയതോ അല്ലെങ്കിൽ അതല്ലെന്ന് എനിക്കറിയാം. നിൻ്റെ അകത്ത് നന്മ മാത്രമേ ഉള്ളൂ, അതെനിക്കറിയാം. പിന്നെ എന്താ അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കാൻ ഒരു വ്യക്തി ഉണ്ടല്ലോ. ആദ്യം ചോദിക്കുമ്പോൾ കൊച്ചു ഓപ്പൺ അപ്പ് ആവത്തില്ല, രണ്ടാമത് ചോദിക്കുമ്പോൾ ഓപ്പൺ ആവത്തില്ല. പുറകെ കൂടുമ്പം കൊച്ചിന് മനസ്സിലാവും ദിസ് പേഴ്സൺ കെയർസ് ഫോർ മീ. അപ്പോൾ ഒരു കരച്ചിലായിരിക്കും വരുന്നത്. ഒത്തിരി എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരവിടെ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് രാവിലെ അടി കൊണ്ടിട്ടാണോ വന്നത്, സ്കൂളിൽ വന്ന് കുരുത്തക്കേട് കാണിക്കുമ്പോൾ പ്രിൻസിപ്പലിന്റെ റൂമിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ പതുക്കെ ഒന്ന് വിളിച്ച് അവരെ അവിടെ ഒന്ന് ഇരുത്തിയിട്ട് എന്തു പറ്റി, രാവിലെ അടിയുണ്ടോ, അമ്മ അടിച്ചായിരുന്നോ എന്ന് പറയുമ്പോൾ ഒറ്റ കരച്ചിലായിരിക്കും. അപ്പം അങ്ങനെയാണ് കുട്ടികളെ നമുക്ക് ഗൈഡ് ചെയ്യാനും മെന്റർ ചെയ്യാനും പറ്റത്തുള്ളൂ. ഇതിപ്പോ ആദ്യമേ നീ അങ്ങനെ നിന്റെ വീട്ടുകാരിതാണോ നിന്നെ പഠിപ്പിച്ചു വിട്ടേക്കുന്നത്, നിനക്ക് കുട്ടിയെ പറയും, കുട്ടിയുടെ ഫോർ ഫാദേഴ്സിനെ വരെ പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പം കുട്ടി അവിടെ എന്താ ചെയ്യുന്ന ആ ഒരു ആക്ട് ഒരു ക്രൈ ഫോർ ഹെൽപ്പ് ആയിരുന്നു. അടുത്ത അങ്ങനത്തെ ഒരു ആക്ട് അവർ ചെയ്യുന്നത് ഇച്ചിരൂടെ വിൽഫുള്ളി ആയിരിക്കും, ഇച്ചിരൂടെ മാറിയായിരിക്കും. അതായത് ഈ അഡൽട്ടിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഒരു ഏരിയയിൽ പോയിട്ടായിരിക്കും. ആദ്യം ക്ലാസ്സിൽ ഇരുന്ന് ഒരു കുട്ടിയോട് ഒരു ഹാർഷ് വാക്ക് പറഞ്ഞു, അപ്പോൾ ടീച്ചർ ഇങ്ങനെ പ്രതികരിച്ചു. അടുത്ത കൊച്ചിനെ ആ കുട്ടിയെ പിടിച്ചോണ്ട് ബാത്റൂമിൽ പോയി. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രിൻസിപ്പൽ എഴുതിയിരുന്നുണ്ട്, ഈ കഴിഞ്ഞ ഒരു 3 വർഷങ്ങളായിട്ട് ഭയങ്കര വ്യത്യാസമാണ് കുട്ടികളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ടിലുമൊക്കെ അധ്യാപകരുടെ ജോലി തന്നെ ഇവർ തല്ലുണ്ടാക്കാതെ നോക്കുക എന്നുള്ളത് മാത്രമായിട്ട് മാറി. കലോത്സവത്തിന് വഴക്ക്, എല്ലായിടത്തും കുട്ടികളിങ്ങനെ തല്ലുണ്ടാക്കുന്നു, വല്ലാത്ത വയലൻസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി സ്കൂളിൽ തല്ലുണ്ടാക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അവർ റോഡിൽ പോയി തല്ലുണ്ടാക്കും. അപ്പോൾ എൻ്റെ ചോദ്യം, അത് ആ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സംഭവം അകത്തോട്ട് കയറിയിട്ടില്ല, ഇൻട്രൻസിക് ആയിട്ടില്ല. അതുകൊണ്ടല്ലേ കുട്ടികൾ കിട്ടുന്ന അവസരത്തിൽ പോയി തല്ലുണ്ടാക്കാൻ നോക്കുന്നത്. അപ്പം നമ്മൾ അന്നേരം അവരെ അടിച്ചമർത്തി അവിടെ വെക്കുന്നതിന് പകരം ഒരു എന്താ പറയുന്നത്, അകത്തുനിന്ന് ഒരു ചേഞ്ച് അവരിൽ ഉണ്ടാക്കിയെടുക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിന് പകരം അവരെ പേടിപ്പിച്ച് ഇനി വടിയും കൂടെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഇത്രയും എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര വയലൻസ് ആണ് കുട്ടികളിലെന്ന്. അതിന്റെ കൂട്ടത്തിൽ അധ്യാപകർ ഇനി വടിയും കൂടെ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. കുട്ടികൾ തല്ലുന്നത് പോലെ ഇനി അധ്യാപകരും കൂടെ തല്ലണം. അതായത് ഈ ഇപ്പം ആക്ച്വലി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇതിപ്പം ഒരു ഡിസിപ്ലിനറി ഇഷ്യൂ പോലും അല്ല. ഇതെന്ന് പറയുന്നത് ഒരു ബേസിക് ഹ്യൂമൻ കണക്ഷൻ പറ്റാത്തതിന്റെ ഒരു ഇഷ്യൂ കൂടെയാണ്. അതായത് മനുഷ്യരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നില്ല ആരും. അതിന്റെ ഒരു ഇഷ്യൂ കൂടെയാണ്. ബുള്ളിങ് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ബിക്കോസ് കിഡ്സ് ആർ ബീയിങ് ബുള്ളീഡ്. വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും സെൽഫിഷായിട്ട് ജീവിക്കാനല്ലേ ഇന്ന് വീടുകളിൽ തന്നെ പഠിപ്പിച്ചു വിടുന്നത്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. നീ ഇത് എത്ര പ്രാവശ്യം ഓരോ കുട്ടിയും കേട്ടിട്ടുണ്ടാവും, നീ എന്തിനാ വേറുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്, നീ നിന്റെ കാര്യം നോക്കുക. അപ്പോൾ വലുതാകുമ്പോൾ അവർ ഈ പ്രിൻസിപ്പിൾ തന്നെ ഫോളോ ചെയ്യും. അപ്പം ഞാൻ, എൻ്റെ മക്കൾ, എൻ്റെ വീട്, ആ ഒരു ഇത്. അപ്പോൾ ഈ കുട്ടികൾ വലുതാകുമ്പോഴത്തേനും ആദ്യം ഔട്ടാവുന്ന പേരൻസ് ആയിരിക്കും. കാരണം അവരുടെ കാര്യങ്ങൾ നോക്കും, അവരുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ മക്കളുടെ കാര്യം മാത്രം നോക്കും. ഓട്ടോമാറ്റിക്കലി പേരൻസ് ഓൾഡ് ഏജ് ഹോമിലോട്ട് പോകും. അപ്പോൾ ഭയങ്കര സങ്കടമാണ്, ഭയങ്കര വിഷമമാണ്. പക്ഷെ ആ സമയത്ത് കുറച്ച് പ്രോ സോഷ്യലായിട്ടൊക്കെ ജീവിക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ കാണണം, പേരൻസ് നന്മ ചെയ്യുന്ന കുട്ടികൾ കാണണം. ഒന്നുമില്ലെങ്കിൽ
വലിയ ലാർജ് സ്കെയിലൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും വീട്ടിലെ മെയ്ഡ്സിൻ്റെ കുട്ടികളെയും കൂടെ ബർത്ത്ഡേ സെലിബ്രേഷന് വിളിക്കുക, ഒപ്പം ഇരുത്തി കഴിക്കാൻ കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു എന്താ പറയുന്നത് സമൂഹ ജീവിയാണെന്നുള്ളൊരു ചിന്തയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാകത്തില്ല. അപ്പോൾ ഇവർ പഠിപ്പിക്കുന്നത് തന്നെ തിരിച്ചവർ കാണിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്, സമൂഹത്തിന് ഭയങ്കര സങ്കടം, സമൂഹത്തിനും കൂടെയാണ് ഭയങ്കര സങ്കടം. അല്ല, അത് നമ്മൾ ഈ ബുള്ളിങ്ങിനെ പല ആംഗിൾസിൽ നിന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ അമ്മ പറഞ്ഞ കാര്യം സെൽഫിഷായിട്ട് കുട്ടികളെ വളർത്തുന്നു, അത് ഈ കുട്ടികൾക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല. ഒന്ന്, പ്രോസോഷ്യൽ ബീയിങ്സ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു ട്രെയിനിങ്. കാരണം പേരൻസ് പ്രോസോഷ്യൽ അല്ലേ എന്ന്. ഈ അടി കൊണ്ട് വളർന്ന തലമുറയ്ക്ക് സ്വന്തം സർവൈവൽ അല്ലാതെ ഒന്നും അവർക്ക് കൺസേണേ ഇല്ല. ഈ അടുത്ത വീട്ടിൽ ചേട്ടൻ കുടിച്ചിട്ട് വന്ന് ചേച്ചിയെ തല്ലുന്നു, അവരുടെ ഒന്നും ഉള്ള കുട്ടി മോറൽ പോലീസിങ് ചെയ്യാൻ അറിയാം, അതല്ലാതെ ഒരു ജെന്വിൻ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ അറിയാമോ? അല്ലെ പിള്ളേരെ എടുത്തിട്ട് തല്ലുന്ന കാണുമ്പം അതൊന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇടപെടണമെന്നോ നമുക്ക് തോന്നാറുണ്ട്. അപ്പം സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നത് ഒരു ട്രോമ റെസ്പോൺസ് ആണ് ആക്ച്വലി. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രോസോഷ്യൽ ജീവിയാണ്. പക്ഷെ ആ പ്രോസോഷ്യൽ മനോഭാവങ്ങളെ, ആ എംപതി എല്ലാം കൂടെ എടുത്ത് കളയുന്ന ഒരു സംഭവമാണ് ഈ ട്രോമ എന്ന് പറയുന്നത്. അപ്പം പേരൻസ് അങ്ങനെയാണ്. പേരൻസിന് ജോലിയും പിന്നെ കുറേ സോഷ്യൽ സ്റ്റേറ്റസും ഇതിനപ്പുറത്തൊന്നുമില്ല. പിന്നെ ഈവൻ ഇപ്പം മെയ്ഡ്സിൻ്റെ കുട്ടികൾക്ക് അവരിപ്പോൾ ചാരിറ്റി ചെയ്യുന്നത് പോലും എങ്ങനെയാണ്, നിൻ്റെ വല്ല പഴയ തുണി ഉണ്ടെങ്കിൽ ചാക്കിലിടുക, അവർക്ക് കൊടുക്കാമെന്ന് പറയും. അല്ലെ വീട്ടിലെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയത് ലെഫ്റ്റ് ഹൗസ് ഉണ്ട്, നീ ഇത് വീട്ടിൽ കൊണ്ടുപോകുന്നത്. അതല്ലാതെ ഇപ്പം മെയ്ഡ്സ് ഫുൾ ഡേ നിൽക്കുന്ന മെയ്ഡ്സ് ഉണ്ട്, അവരൊന്ന് കൂടെ വരുത്തി നീ വാ നമുക്ക് ഇരുന്ന് കഴിക്കാമെന്ന് പേരൻസ് പറയാറുണ്ട്. അല്ലെങ്കിൽ മെയ്ഡ് വീട്ടിൽ രാവിലെ വരുമ്പം ഗുഡ് മോർണിംഗ്, എന്തുണ്ട് വിശേഷം, ഇങ്ങനെയുണ്ട് കാര്യങ്ങൾ, എങ്ങനെയുണ്ട് മോൻ, എങ്ങനെയുണ്ടല്ലോ മോൾ, എങ്ങനെയുണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയും, അല്ലെങ്കിൽ സോഫയിലിരിക്കുമ്പം അവിടെ മെയ്ഡ് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് ബ്രീത് ചെയ്യുമായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഒന്ന് വിളിച്ചിരുത്തും അടുത്ത്, വാ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് വിശേഷമൊക്കെ തിരക്കും. അപ്പം നമ്മൾ സ്റ്റാറ്റസ് കാണിക്കും. പേരൻസ് ഭയങ്കര നമ്മൾ ഭയങ്കര സംഭവം, ബാക്കിയുള്ളവർ രണ്ടാം കട സിറ്റിസൺസ്. ആ മൈൻഡ് സെറ്റല്ലേ പിള്ളേർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇപ്പോൾ സെൽഫിഷ്നെസ് പിള്ളേർ പഠിച്ചു ഓൾറെഡി, നമ്മുടെ ബിഹേവിയറിൽ നിന്ന് തന്നെ സെൽഫിഷ്നെസ് പഠിച്ചു. ഇനി നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു അൺകംഫർട്ടബിൾ കാര്യം സംഭവിച്ചു, എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നു, ഒരു വഴക്കുണ്ടായി, എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? മോസ്റ്റ് പേരൻസും തല്ലുണ്ടാകും, നല്ല ഉഗ്രൻ തല്ല്. പരസ്പരം തല്ലുണ്ടാകാൻ പറ്റിയില്ലെങ്കിൽ പിള്ളേരോട് ഉണ്ടാകും. ഇപ്പം ഭർത്താവ് വല്ലതും പറഞ്ഞ് ഭാര്യയ്ക്ക് ഒത്തിരി അത് തിരിച്ചു പറയാനുള്ള ഒരു ഇതില്ലെങ്കിൽ കുട്ടികളുടെ പുറത്ത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഒന്നെങ്കിൽ വയലൻസിലോട്ട് പോകും. അപ്പോൾ ഫിസിക്കൽ വയലൻസ് ഇല്ലെങ്കിലും ഇമോഷണൽ വയലൻസ്, വെർബൽ വയലൻസ് അതിലോട്ട് പോകും. ഇനി അതല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കത്തില്ല, കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ആണ്. അതായത് എനിക്ക് എൻ്റെ ഒരു ലോകം, നിനക്ക് നിൻ്റെ ഒരു ലോകം, എനിക്ക് നീയുമായിട്ട് ഒരു ബന്ധമില്ല, നിനക്ക് ഞാനുമായിട്ട് ഒരു ലോകം, ആ രീതി. അപ്പോൾ കുട്ടികൾ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് റിസോൾവ് ചെയ്യേണ്ടത്, ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് സംസാരിച്ച് അതിനെ സേവ് ചെയ്യാൻ പറ്റുന്നത്, കുട്ടികൾ പഠിക്കുന്നില്ല. ഇനി അൺകംഫർട്ടബിൾ ഫീലിങ്സ് വരുമ്പം അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ പേരൻസിൻ്റെ സ്വന്തം അൺകംഫർട്ടബിൾ ഫീലിങ്സ് പേരൻസ് അക്നോളജ് പോലും ചെയ്യത്തില്ല. പിന്നെ അതെങ്ങനെ പഠിപ്പിക്കും കുട്ടികൾ? ഈ ഫീലിങ്സ് അക്നോളജ് ചെയ്യാതിരിക്കുന്നതും നമ്മുടെ ഈ അടി കൊണ്ട ട്രോമ എന്നൊക്കെ വരുന്ന സംഭവങ്ങളാണിത്. അപ്പം അൺകംഫർട്ടബിൾ ഫീലിങ്സ് ഒന്നും അഡ്രസ്സ് ചെയ്യാനോ ഒന്നിനും സമയമില്ല, സാഹചര്യമില്ല, അറിവില്ല, അത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഓക്കെ, വീട്ടിലതാണ് സിറ്റുവേഷൻ. അപ്പം കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ കൊച്ചു പഠിച്ചില്ല, സെൽഫിഷായിട്ട് ജീവിക്കാനാണ് കൊച്ചു പഠിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് വന്നാൽ അതിനെ ഇപ്പം വിഷമത്തെ ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കാൻ കുട്ടികൾ പഠിക്കും. കാരണം നമ്മുടെ സമൂഹത്തിൽ ഓൺലി അക്സെപ്റ്റബിൾ ഇമോഷൻ ഇസ് ദേഷ്യം. അപ്പം അതാണ് വീട്ടിൽ നിന്ന് പഠിക്കുന്നത്. സ്കൂളിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടീച്ചേഴ്സിന് സബ്ജക്റ്റുകളുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. കൊച്ചിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്നാണോ, കൊച്ച് എങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് സ്കൂളിന്റെ ഒരു ഡ്യൂട്ടി ആണെന്ന് പോലും സമൂഹം മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളതാണ്. അതൊക്കെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. സ്കൂളിലെ ടീച്ചേഴ്സ് ജസ്റ്റ് അക്കാഡമിക്സ്, ബാക്കിയൊക്കെ പേരൻസ് പഠിപ്പിച്ച് വിടണമെന്നാണ്. എന്നാൽ ഈ കുട്ടികൾ കൂടുതൽ സമയം സ്കൂളിലല്ലേ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചേഴ്സിന് റെസ്പോൺസിബിലിറ്റി ഇല്ലെന്നാണ് മെജോറിറ്റി ആൾക്കാർ ചിന്തിച്ച് വെച്ചേക്കുന്നത്. അതായത് ഈ ദിവസത്തിലെ ഒരു 6 മണിക്കൂറിലും പിള്ളേർ സ്കൂളിലാണല്ലോ. അപ്പോൾ ഈ സ്കൂളിൽ ഇരിക്കുന്ന സമയം അക്കാഡമിക്സിന് മാത്രമാണെങ്കിൽ പിന്നെ പിള്ളേർ എന്തിനാ സ്കൂളിൽ പോകുന്നത്? ഇപ്പം യൂട്യൂബിൽ നിന്ന് പഠിക്കാം, AI ഉണ്ട്, അവർക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ അവരുടെ അക്കാഡമിക്സിൻ്റെ അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കൊടുക്കാമല്ലോ.
സ്കൂളിൽ പോകേണ്ട ആവശ്യം എന്തോ, ഹ്യൂമൻ ടച്ചിൻ്റെ ആവശ്യം എന്തോ? പിന്നെ അത് എന്തുവാന്ന് വെച്ചാൽ ഈ അടി കൊണ്ട് വളർന്ന തലമുറ ഈ ലോകത്തിനെ മുഴുവൻ റോബോട്ടൈസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അത് ഒരു എന്താ പറയുന്നത്, അക്കാഡമിക്സ്, ഈ കുറേ പഠിച്ച് കുറേ അറിവ് നേടണം, കുറേ എക്സാംസ് പാസ് ചെയ്യണം, നല്ലൊരു കോളേജിൽ പോകണം, നല്ലൊരു ജോലി വാങ്ങിക്കണം, എന്തോ സ്റ്റാറ്റസിനൊത്ത കാസ്റ്റിലൊക്കെ എന്തോ നോക്കി ഹോറോസ്കോപ്പൊക്കെ നോക്കി ഒരാളെ കെട്ടണം, 2 പിള്ളേരെ ഉണ്ടാക്കണം, ആ പിള്ളേരെ അതുപോലെ തന്നെ വളർത്തണം. ഒരു മേട്രിക്സ് ഉണ്ടായി കഴിഞ്ഞു ഓൾറെഡി. അപ്പം ആ മേട്രിക്സിൽ നമ്മുടെ പിള്ളേർ കറക്റ്റായിട്ട് ആ ഒരു പാത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. കുട്ടി സെൽഫിഷ് ആണെങ്കിലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. കുട്ടിക്ക് നല്ല ഒരു പേഴ്സണാലിറ്റി, ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റി ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. പേരൻസ് ചോദിക്കുന്നില്ല, സ്കൂളുകളിൽ പേരൻസ് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്തോ എൻ്റെ കൊച്ചിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എൻ്റെ കൊച്ചിൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്, റെസിലിയൻസ് നിങ്ങൾ എങ്ങനെ എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കുന്നത്, അവൻ്റെ ഇൻട്രസ്റ്റും പാഷനും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ അത്രമാത്രം കൊടുക്കുന്നുണ്ട്, അവന് ഉള്ള ഇൻസെക്യൂരിറ്റീസും അവനുള്ള പ്രശ്നങ്ങളെയും ഡീൽ ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സാണ് എടുക്കുന്നത്, ഇതൊന്നും ഒരു പേരൻറ്റും ചോദിക്കത്തില്ലല്ലോ. അതുപോട്ട് അക്കാഡമിക്സ് പോലും ചോദിക്കുന്നില്ലല്ലോ. തലയും മുമ്പിട്ട് PTM-ന് പോയിട്ട് ടീച്ചർ ഇങ്ങോട്ട് ആക്രോശിക്കുമ്പോഴത്തേന് തലയും മുമ്പിട്ട് തിരിച്ചു വരാനല്ല പേരൻസ് ചെയ്യുന്നത്. ഒരു വർഷം നിങ്ങളുടെ മുമ്പ് ഇരുന്ന് എഴുതാനും വായിക്കാനും പോലും എൻ്റെ കുട്ടിക്ക് അറിയത്തില്ല, സയൻസിൻ്റെ ബേസിക്സ് പഠിച്ചില്ല, മാത്സ് പഠിച്ചില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചോദിക്കാൻ ആരും ഇല്ലല്ലോ. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ എഡ്യൂക്കേറ്റഡ് പേരൻസ് ചിലർ അങ്ങോട്ട് ചോദിക്കും, പക്ഷെ അവർ പോലും എൻ്റെ കൊച്ച് ഓവറോൾ ഡെവലപ്പ് ആകുന്നത് ശരിയായിട്ടാണോ എന്ന് അവർ നോക്കുന്നില്ല. പിന്നെ കുട്ടികളിൽ ഒരു സർട്ടൻ ലെവൽ ഓഫ് ഹിപ്പോക്രസിയും എന്താ ഈ സെൽഫിഷ്നെസ്സും ഒക്കെ പേരൻസ് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ കാര്യത്തിൽ കൊച്ച് ഇൻവോൾവ് ആകരുത്, കൊച്ചിന് ഫോക്കസ്ഡ് ആണ് എന്ന് പറയാം, കൂടുതൽ കൂട്ടൊന്നും കൂടണ്ട, സോഷ്യൽ ടൈം വേസ്റ്റ് ആണ്, അതൊക്കെ സോഷ്യൽ ഇതിനൊന്നും ഒരു പ്രയോറിറ്റിയും കൊടുക്കരുത്, അതെല്ലാം ടൈം വേസ്റ്റ് ആണ്. കൊച്ച് പഠിത്തം ഓവർലി കോമ്പറ്റീറ്റീവ് പിള്ളേരുണ്ട്. 2 മാർക്ക് പോയതിന് ഇരുന്ന് കരയുകയും മറ്റുള്ളവർക്ക് ലാഷ് ഔട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. അതിനൊക്കെ ഒരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. കൊച്ചു ഡ്രിവൻ ആണ്, ഫോക്കസ്. അത് പേരൻസ് ചോദിക്കുമല്ലോ 2 മാർക്ക് എവിടെ പോയി, 98 കിട്ടി എന്ന് പറയുന്നതിൽ അതിലൊരു അപ്രീസിയേഷനും ഇല്ലല്ലോ. 2 മാർക്ക് എവിടെ പോയി എന്നല്ലേ ചോദിക്കും. എക്സാക്ട്ലി. അപ്പം ഈ കിട്ടുന്ന ഇൻപുട്സ്, ഈ സെൽഫിഷായിട്ട് ജീവിക്കാനുള്ള ഇൻപുട്ട് കിട്ടുന്നത്, കോൺഫ്ലിക്റ്റ് ഒന്നും റിസോൾവ് ചെയ്യാൻ പറ്റാത്തത്, സ്വന്തം ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തത്, ഇതൊക്കെയാണ് ഒരു ബുള്ളിയെ ഉണ്ടാക്കുന്നത്, അല്ലാതെ തല്ലിൻ്റെ കുറവല്ല. അപ്പം അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ഹൗ ആർ ബുള്ളീസ് മെയ്ഡ്, അത് നമ്മൾ നോക്കണം. അല്ലാതെ പിള്ളേരെല്ലാം കൈവിട്ടു പോയി, പിള്ളേരെല്ലാം വയലൻ്റ് ആയിപ്പോയി, ഈ ഫോൺ അഡിക്ഷൻ കൂടുന്നുണ്ട്, സബ്സ്റ്റൻസസ് ഭയങ്കരമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ ഇതെല്ലാം ആക്ച്വലി ഉള്ള ഒരു പ്രോബ്ലത്തെ ആംപ്ലിഫൈ ചെയ്യുവാണ്. ഈ ഫോണിലും വയലൻസ് തന്നെ പിള്ളേർ കൺസ്യൂം ചെയ്യുന്നത്. റീൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് രാവിലെ തൊട്ട് രാത്രി വരെ പിള്ളേർ കാണുന്ന കുട്ടികളുണ്ട്. ഈ കാണുന്നത് മുഴുവൻ എന്തോ സിനിമയിലുള്ള വയലൻസ്, അല്ലാതെ ഇപ്പൊ ആൾക്കാർ റീൽസ് ഉണ്ടാക്കുന്നത് തന്നെ ആ രീതിയിലാണ്. ഓക്കെ, അപ്പൊ അതൊരു ഫാക്ടറാണ്. അതുപോലെ ഈ ഡ്രഗ്സ് ഒരു ഫാക്ടറാണ്. പക്ഷെ ഇതെല്ലാം എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള ഒരു കൾച്ചറൽ പ്രോബ്ലത്തെ ആംപ്ലിഫൈ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. കൾച്ചറൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ നമ്മൾ മനുഷ്യരായിട്ടല്ല വളർത്തുന്നത്, പിള്ളേരെ നമ്മൾ റോബോട്ടായിട്ടാണ് വളർത്തുന്നത്. പിള്ളേരെ നമ്മൾ ഒന്നെങ്കിൽ റോബോട്ടായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ വളർത്തുന്നത്. എന്തോ സമൂഹത്തിനോട് നന്മ ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവർ തിന്മ ചെയ്യാൻ പഠിക്കും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ആക്റ്റീവായിട്ട് സ്റ്റെപ്സ് എടുക്കണം. അവർക്ക് നല്ല റോൾ മോഡൽസിനെ കൊടുക്കാൻ, നല്ല മെൻറ്റേഴ്സിനെ കൊടുക്കാൻ, നല്ല കൗൺസിലേഴ്സിനെ കൊടുക്കാൻ, അവരുടെ ഫീലിങ്സ് ഹാൻഡിൽ ചെയ്യാൻ, അവരെ ഹെൽപ്പ് ചെയ്യാൻ അഡൾട്ട്സ് വേണം. ആ അഡൾട്ട്സ് ഇല്ലാതെ വരുമ്പോൾ ബുള്ളീസും അവരുടെ വിക്ടിംസും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴും ഇങ്ങനെ കുട്ടികളെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒറ്റൊരു കാര്യം ഞാൻ പറയാം. ഒരു കഥയാണ്. ഒരു കുട്ടി, അവളുടെ പേരൻസ് എപ്പോഴും മാർക്സിൻ്റെ പേര് ഭയങ്കരമായിട്ട് അവളെ ക്രൂശിക്കും. ഇപ്പം മാർക്ക് വരുമ്പം എല്ലാ സബ്ജക്റ്റിനും, ഇപ്പം അവൾക്ക് 3 സബ്ജക്റ്റിന് A2 കിട്ടി, പിന്നെ 2 എണ്ണത്തിന് ഇച്ചിരി കുറഞ്ഞു. അപ്പം തന്നെ വീട്ടിൽ അമ്മയുടെ കയ്യിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളാണ്, എന്താ നിന്നെ സ്കൂളിൽ വിട്ടിട്ട് കാര്യമില്ല, നീ ഇവിടുത്തെ വല്ല വേലക്കാരിയായിട്ട് നിന്നാൽ മതി എന്നൊക്കെയാണ് കുട്ടി വീട്ടിൽ കേൾക്കുന്നത്. അപ്പം നോർമലി വളരെ സ്വീറ്റായിട്ടുള്ളൊരു കുട്ടി, ഒരു പ്രശ്നങ്ങളും ഇല്ല, അങ്ങനെ മറ്റുള്ളവരുമായിട്ട് വളരെ കൈൻഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ആ കുട്ടി വേറൊരു കുട്ടിയോട്, അതായത് മാർക്സ് അത്ര നല്ല അല്ലാത്തൊരു കുട്ടിയോട് ഈ കുട്ടി പറയുന്നത് കേട്ടു, നിനക്ക് പഠിക്കാൻ വയ്യെങ്കിൽ നിനക്ക് പോയി തൂങ്ങി ചത്തൂട്ടെ. അതെങ്ങനെ ഈ കുട്ടിയുടെ വായിൽ വന്നു? കിട്ടിയ ഇൻപുട്ട് അങ്ങോട്ട് കൊടുത്തു. വാട്ട് മേക്സ് ബുള്ളീസ് ബുള്ളിയിങ്
മേക്സ് ബുള്ളീസ്. അഡൾട്ട്സ് ബുള്ളി ചിൽഡ്രൻ, ചിൽഡ്രൻ ബുള്ളി അതേഴ്സ്. അത്രയും മാത്രം നമ്മൾ ഓർത്താൽ